അങ്ങനെയൊന്നുമില്ലല്ലോ, എല്ലാവരും ഒന്നിച്ചുള്ളതല്ലേ, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് ഉള്ളവർ തന്നെയല്ലേ എല്ലാ സംഘടനയിലുള്ള പോലെ ഒരു അല്ല, ഈ പ്രാവശ്യം സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്, തീർച്ചയായിട്ടും അതെ. അത് പിന്നെ അതിനകത്ത് ഉള്ളിലുള്ള ആൾക്കാരുടെ കാര്യമായിട്ട് അല്ല വരണം. എല്ലാവരും അതിനകത്ത് നിൽക്കുന്നവര് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു ഇലക്ഷൻ നടന്നു. അപ്പോൾ അതിൽ ആ മെമ്പേഴ്സിന് സ്വീകാര്യമാകുന്ന ആൾക്കാരാണല്ലോ അത് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് തിരഞ്ഞെടുക്കപ്പെടണം, തീർച്ചയായിട്ടും അത് തന്നെ. അല്ല, ഇപ്പം നമ്മൾക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രം പറയുന്ന ഒരു അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് അതിൽ അംഗങ്ങൾക്ക് സ്വീകാര്യമാവുന്ന ആൾക്കാർ ജയിച്ചു വരട്ടെ, അവരെ വിജയിപ്പിക്കട്ടെ. ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. കാരണം ലാലേട്ടൻ മാറുന്നു, പുതിയ ആൾക്കാർ വരുന്നു, ദേവഞ്ഞേട്ടനും ശ്വേതയും മത്സര രംഗത്തേക്ക് വരുന്നു, ജനറൽ സെക്രട്ടറി രണ്ടുപേരും വേറെ വരുന്നു. ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ്. അത് അമ്മ നല്ലോണം നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അമ്മ നടത്തിക്കൊണ്ടുപോകാൻ ഒരു ലാലേട്ടൻ ഉണ്ടായപ്പോൾ അത് ഭംഗിയായിട്ട് നടന്നു, ഇന്നസെൻ്റ് ഏട്ടൻ ഭംഗിയായിട്ട് കൊണ്ടു നടന്നു. ഇനി അടുത്ത ആൾക്കാരെ എങ്ങനെ കൊണ്ടു നടക്കും എന്നുള്ളതാണ് പ്രശ്നം. കഴിവുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് മത്സരിക്കുന്നത്, അവരെ ജയിപ്പിക്കുക. വനിതാ നേതൃത്വം നല്ലതല്ലേ, വരട്ടെ. വനിതാ നേതൃത്വം പ്രസിഡന്റ് ആയാലും ജനറൽ സെക്രട്ടറി ആയാലും എന്തായാലും നമ്മളതിൻ്റെ കൂടെ ഉണ്ടാവും. വനിതകൾ വരുന്നത് നല്ല കാര്യമാണ്. വനിതകളില്ല, വനിതകൾ അടുപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ പരാതി. നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരെയും. അപ്പോൾ വനിതകൾ വരട്ടെ, വനിതകൾ വരാൻ വേണ്ടിയിട്ടുള്ള വിവാദങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കും. അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ആരും പറയുന്നില്ലല്ലോ, വിവാദങ്ങളല്ലേ ആൾക്കാർ പറയുന്നില്ല. അമ്മ ചെയ്ത കുറേ നല്ല കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റിയെങ്കിലും ഒന്ന് പറയും. എന്തോരം പേർക്ക് വീട് വെച്ചു കൊടുത്തു, ചികിത്സാ സഹായം, മരുന്ന്. അല്ല, നമ്മുടെ എനിക്കൊക്കെ 2 ഗുളികയാണെങ്കിൽ 2 ഗുളിക വീട്ടിൽ കറക്റ്റായിട്ട് എത്തുന്നുണ്ട്. അതമ്മ ചെയ്യുന്നുണ്ട്. അമ്മ എത്ര പേർക്ക് വീട് വെച്ചു കൊടുത്തു, അമ്മ എത്ര പേരെ സഹായിക്കുന്നുണ്ട്, അതൊന്നും ആരും പറയുന്നില്ല. അമ്മയുടെ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാലും ഉടനെ തന്നെ നിങ്ങളെല്ലാം കൂടി ഏറ്റുപിടിച്ച്. അത് മാത്രമല്ലല്ലോ, അപ്പൊ അമ്മയിലെ സ്ത്രീകൾക്കെതിരെ പരസ്യമായി പ്രസ്താവന ഇറക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരു മെമ്മറി കാർഡ് പ്രശ്നമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെമ്മറി കാർഡിൻ്റെ പ്രശ്നം എനിക്കറിയാൻ പാടില്ല, അതൊക്കെ അവരുടെ പ്രശ്നങ്ങളാണ്. അതൊന്നും വിലപ്പോകില്ല. അമ്മ എന്ന സംഘടന അത് ഒരു നല്ല പ്രസ്ഥാനമായിട്ട് കാണാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ശ്രമിച്ചാൽ ഈ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വാട്സപ്പ് ഉണ്ടാക്കുക, അതിലൂടെ അതൊന്നും എനിക്ക് യോജിപ്പില്ല. ഞാൻ അമ്മയുടെ ശ്വേത ഒരു അഭിനേത്രിയാണ്. ശ്വേത നല്ലൊരു അഭിനേത്രിയാണ്. അവർക്ക് ആ സബ്ജക്റ്റിന് ആവശ്യമുള്ളൊരു ഇതിൽ അഭിനയിച്ചു എന്ന് ഓർത്തിട്ട് ഒരു തെറ്റുമില്ല. ശ്വേത വളരെ നല്ല വ്യക്തിയാണ്. ശ്വേതനെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. ശ്വേത വളരെ പാവപ്പെട്ടൊരു മനുഷ്യ സ്ത്രീയാണ്. ഇന്നലെയും ഉണ്ടായിരുന്നു ശ്വേത എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അവരുടെ സബ്ജക്റ്റിന് ആവശ്യപ്പെട്ട രീതിയിൽ ചെയ്തിട്ടുണ്ടാവും. അല്ലാണ്ട് അവരൊരു സെക്സ് നടിയൊന്നുമല്ല, ഒരു നല്ലൊരു അഭിനേത്രിയാണ്. അങ്ങനെയൊക്കെ ചെയ്യാനൊരു നടി തയ്യാറാവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമല്ലേ. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.